ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 11, വിശുദ്ധ തെയോഡോഷ്യസ്. ഒരു നൂറ്റാണ്ടിലേറെ കാലം യേശുവിന്റെ നാമം ഉരുവിട്ട് ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ തെയോഡോഷ്യസ്. 106 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആർഭാടവും പ്രലോഭനങ്ങളും നിറഞ്ഞ മനുഷ്യജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് ഈ വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരുന്നു. ആധുനിക തുർക്കിയുടെ ഭാഗമായ കപ്പദോച്ചിയയിലാണ് തെയോഡോഷ്യസിന്റെ ജന്മഗൃഹം. ഭക്തരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചുവെന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗ്യം. പഠനത്തിൽ അദ്ദേഹം അതിസമർത്ഥനായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു അധ്യാപകനായി. എന്നാൽ യഥാർത്ഥ ദൈവസ്നേഹം താൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ജോലിയും വീടും ഉപേക്ഷിച്ച് അദ്ദേഹം നാടുവിട്ടു. വിശുദ്ധനായ സൈമണിനെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം പാതി സഫലമായി. തെയോഡോഷ്യത്തിന്റെ പരിശുദ്ധിയും നേതൃത്വ പാഠവും തിരിച്ചറിഞ്ഞ സൈമൺ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. വേണ്ട ഉപദേശങ്ങളും നൽകി. യൂദായിലെ മരുഭൂമിയിലേക്ക് യാത്രയായ തെയോഡോഷ്യസ് അവിടെ ഒരു ഗുഹയിൽ താമസം ആരംഭിച്ചു. 30 വർഷത്തോളം അവിടുത്തെ വനസസ്യങ്ങളും പഴങ്ങളും മാത്രം കഴിച്ച് ജീവിച്ചു. പ്രാർത്ഥനയും ഉപവാസവും അദ്ദേഹത്തിന് ശക്തി പകർന്നു. തെയോഡോഷ്യസിന്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. ക്രമേണ ഇവരുടെ എണ്ണം പെരുകി വന്നു. ശിഷ്യന്മാരായി ചിലർ അദ്ദേഹത്തിനൊപ്പം കൂടി. മരുഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം ബെത്ലഹേമിന് സമീപം ഒരു ആശ്രമം സ്ഥാപിച്ചു. അർമേനിയയിൽ നിന്നും ഗ്രീസിൽ നിന്നും പേർഷ്യയിൽ നിന്നും എത്തിയ ശിഷ്യന്മാരെല്ലാവരും ഒത്തൊരുമയോടെ അദ്ദേഹത്തിനൊപ്പം പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ആശ്രമത്തോട് ചേർന്ന് ഒരു ആശുപത്രിയും അദ്ദേഹം സ്ഥാപിച്ചു. ദരിദ്രർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ആ ആശുപത്രി. നാസ്തിക വിശ്വാസികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തെയോഡോഷ്യസ് പ്രതികരിച്ചു. ഇതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ അനസ്തേഷ്യസ് ചക്രവർത്തി ധാരാളം പണം കൊടുത്തു. ഈ പണം സ്വീകരിച്ച തെയോഡോഷ്യസ് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പ്രായത്തിന്റെ അവശതകൾ മൂലം കിടപ്പിലാകുന്നതുവരെ അദ്ദേഹം സുവിശേഷ പ്രവർത്തനം തുടർന്നു. കിടപ്പിലായതോടെ വിശുദ്ധ തെയോഡോഷ്യസ് പ്രാർത്ഥനയിൽ മുഴുകി. ഇന്നീ ദിവസം ആശുപത്രികളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.